പത്തനംതിട്ട പോക്സോ കേസിൽ വഴിത്തിരിവ് സഹപാഠികൾ പീഡിപ്പിച്ചിട്ടില്ലെന്ന് പെൺകുട്ടി മൊഴിമാറ്റി ലൈംഗിക അതിക്രമണത്തിന് ഇരയായിട്ടില്ലെന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞു. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഓൾറെഡി ഇവിടെ പീഡിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ പീഡിപ്പിച്ചതിന്റെ നടപടികളൊക്കെ പോലീസ് ഒരു പരിധിവരെയൊക്കെ ഈ പിള്ളേരുടെ നേരെ എടുത്തതാണ്. ഇത് പീഡിപ്പിച്ചു എന്ന് പറയുന്ന അമ്മമാരെ പീഡന കേസിൽ പ്രതികരിക്കുകയും അവർക്ക് അതിൻ്റെതായ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും അതുപോലെ തന്നെ വളരെ വൃത്തിയുടെ രീതിയിൽ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഇവരെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. അവർക്കുണ്ടായ നഷ്ടം അതിനെ എങ്ങനെ നികത്തും? ആര് നികത്തും? ഗവൺമെന്റ് നികത്തുമോ? ഗവൺമെന്റിന് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് ഗവൺമെന്റ് വിചാരം. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഇത് ഗവൺമെന്റിന്റെ ഫെയിലിയറാണ്, പോലീസിന്റെ ഫെയിലിയറാണ്. ഈ ഫെയിലിയർ എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ ഒരൊറ്റ സ്ഥലത്ത് മാത്രം ഒരു കറക്റ്റ് ചെയ്താൽ മതി. ഇപ്പൊ വിക്ടിമിന്റെ മുഖം കാണിക്കത്തില്ല എന്ന് പറയത്തില്ല, അത് പെണ്ണുങ്ങളെയൊക്കെ മുഖം വീഡിയോയിൽ കാണരുത്, ന്യൂസിൽ വരരുതെന്നൊക്കെ പറയുന്ന ഒരു സാധനം ഇവിടെയും അപ്ലൈ ചെയ്യണം. കാരണം ഈ വക കേസുകൾ തെളിയുക അല്ലെങ്കിൽ അതിന് അത്രയും തെളിവുകളില്ലാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെങ്കുച്ചു വന്ന് എന്തെങ്കിലും പറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെയുള്ള ഈ വാർത്തയും ആഘോഷവും ഈ പരിപാടി നിർത്തണം. ഇത് ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആയിട്ട് നടപടി എടുക്കേണ്ട സാധനമാണ്. ഇത് ഒരുപാട് നാളായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്, പക്ഷെ ആരും ഒന്നും പറയുന്നില്ല. ഒരുപാട് നിരപരാധികളായ ആൾക്കാർ നാണം കെട്ടിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ കുറച്ചുകൂടെ അന്വേഷിക്കാതെ ഇത്തരം നടപടികൾ എടുക്കാൻ പാടില്ലാത്തതാണ്. ഇവരൊന്നും എങ്ങും പോകരുത് എന്നുള്ളൊരു കണ്ടീഷനാണല്ലോ ഈ റിമാൻഡും ജയിലും ഒക്കെ. റിമാൻഡൊക്കെ ഇടാം, പക്ഷെ ആരും അറിയരുത്. അത് ആ രീതിയിൽ സഹകരിക്കണവും വേണം ആൾക്കാരെ, മനസ്സിലായില്ലേ? കുറ്റക്കാരാണെങ്കിൽ അവരോട് രക്ഷപ്പെടാനൊക്കെ നോക്കുമായിരിക്കും, പക്ഷെ ഇത് വളരെ മാന്യമായ രീതിയിൽ ഇടപെട്ട് ഓക്കെ അങ്ങനെ ആളുകൾ സ്വമേധയാ ശല്യമില്ലാത്ത രീതിയിലൊക്കെ കീഴടങ്ങാൻ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി അവരെ റിമാൻഡ് ചെയ്ത് വളരെ മാന്യമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കാര്യമില്ല, ഞാനന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇമാർ കള്ളക്കേസ് ഉണ്ടാക്കി, കള്ളവാർത്ത ഉണ്ടാക്കി പോലീസുകാർ എന്നെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് രാവിലെ വിളിച്ചിട്ട് ചെന്നു. നോർമലി ഒരു മനുഷ്യനെ വിളിക്കുമ്പോൾ നമ്മൾ ചെല്ലുക ചെയ്യുന്നത്. അതിന് വരെ കള്ളവാർത്ത ഉണ്ടാക്കി വിട്ട പോലീസുകാരൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് പോലീസുകാർ ചെയ്യുന്നതൊന്നും അത്ര കറക്റ്റ് ആണെന്ന് ഒരു നിർബന്ധം ഇല്ലെന്നുള്ളത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. എല്ലാ പോലീസുകാരല്ല, ചില ആളുകൾ കൈക്കൂലിയൊക്കെ മേടിക്കുന്നവരുണ്ട്. ചില സ്വാധീനത്തിൽ എന്താ പറയുക, ഈ ജോലി ചെയ്യുന്നിടത്തൊക്കെ ഇങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ സ്വാധീനത്തിൽ കുറേ കാശുണ്ടാക്കുകയും കൈക്കൂലി മേടിക്കുകയൊക്കെ ചെയ്യുന്ന, വല്ലവരെയൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ജീവിക്കുന്ന ആൾക്കാർ ഒത്തിരി പേര് പോലീസിലുണ്ട്. അതിനകത്തൊരു പോലീസുകാരനാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. അപ്പോൾ അന്ന് പറഞ്ഞാൽ എല്ലാ പോലീസുകാരും അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നവരൊന്നും അല്ല. പക്ഷേ ഈ ഒരു കാര്യം എങ്ങനെ നമ്മൾ എന്താ പറയുക, ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് ഇത് ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിച്ച് ചെയ്യുന്ന കാര്യമുണ്ട്. പിന്നെ ശരിയാണ്, നോർമലി പല കാര്യങ്ങളും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇതങ്ങനെയാണ്. ഇത് ഈ ഇത്തരത്തിലുള്ള പോലീസുകാർ ഉള്ളത് കൊണ്ട് തന്നെ അവരിങ്ങനെയൊക്കെയുള്ള കേസുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ കയറി അങ്ങ് എന്തെങ്കിലും ഷൈൻ ചെയ്യാനുള്ള അവസരം, അല്ലെങ്കിൽ ഇത് പിടിച്ചു ഞാൻ ഭയങ്കര സംഭവമാണ്, പ്രൊമോഷൻ കിട്ടുമോ അല്ലെങ്കിൽ സാലറി കൂട്ടി കിട്ടുമോ എന്നൊക്കെ പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ പേരല്ലേ, ഭയങ്കര പീഡന കേസ് പ്രതിച്ചു, അവിടെ ഇതാക്കി കേസ് കിട്ടി, പോലീസ് അങ്ങ് തെളിയിച്ചു എന്നൊക്കെ പറയുമ്പോൾ SI-യും CA കൂടെ അങ്ങ് ചാർജ് ആവും. അപ്പൊ അങ്ങനത്തെ രീതിയിൽ എടുക്കാതെ എടുത്തോ കുഴപ്പമില്ല, പക്ഷെ മീഡിയ കൊടുക്കരുത്. മീഡിയ ശരിക്കും ഇതിനകത്ത് മാറ്റി നിർത്തേണ്ട ഒരു സാധനമാണ്. ഒരു കേസ് ഉടനെ ഉടൻ തന്നെ ഇറങ്ങി നടന്ന് ഇത് വാർത്തയാക്കി അങ്ങ് ആഘോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ ഇത് നാളെ മാറിക്കഴിഞ്ഞാൽ കണ്ടോ ആരാ എവിടാന്ന് പോലും അറിയത്തില്ല. ആ നാട്ടിലും പരിസരത്തും അവരുടെ ഈ കേരളം മൊത്തം അല്ലേ അറിഞ്ഞവരുടെ അല്ലേ ഈ പിള്ളേർ നാണം കെട്ട് കാണും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇവർക്കൊരു ബോധമില്ല, ഈ പിള്ളേർക്കൊരു ബോധമില്ല. അതായത് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്നാണ്. പക്ഷെ ഇവിടെ ഒരു 1000 നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു കുറ്റവാളി രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മനസ്സിലായില്ലേ? കുറ്റവാളി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെ ഉള്ളൊരു സെറ്റപ്പ് ആക്കിക്കൊണ്ട് തന്നെ കുറെ ആൾക്കാർ പണിയെടുക്കുന്നുണ്ട് ഇവിടെ. കുറച്ച് കുറ്റവാളികളെ രക്ഷിക്കണം. എങ്ങനെ 1000 നിരപരാധികളെ ശിക്ഷിച്ചോളൂ എന്നാണ് പറയുന്നത്. ഈ ബോധം ഇവിടുത്തെ ഒരു സാധാരണക്കാരി അല്ലെങ്കിൽ ഒരു കൊച്ചിനും ഇല്ല എന്നുള്ളതാണ് ആ കുട്ടി തെളിയിക്കുന്നത്. കാരണം അതിനറിയണമെന്ന് ഇങ്ങനെ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളത്. എന്ത് ദേഷ്യം കൊണ്ടാണല്ലോ, എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ഇവർക്ക് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായപ്പോഴായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലെ പിന്നെ ഇനി എന്തെങ്കിലും എന്തുവരെ ആയിക്കോട്ടെ, ഇനി മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരാണോ എന്നൊക്കെ നോക്കണം. ഇങ്ങനെയുള്ള പരാതികൾ വരുമ്പോഴും ചെയ്തവരെയും ഇത് അനുഭവപ്പെട്ടവരെയും പീഡിപ്പിക്കപ്പെട്ട ആൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അറിയണം. ഇത് പീഡനം തന്നെ ആണോ എന്നറിയണം. ഇവിടെ പലതും പീഡനം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ട് കൺസെൻഷ്യൽ സെക്സ് ഒക്കെ പിന്നീട് പീഡനമായിട്ടൊക്കെയാണ് പറയുന്നത്. അതിന് കൺസെന്റിന് വേറെന്തോ അർത്ഥമൊക്കെ കൊടുക്കുന്നു. അങ്ങനല്ലത്. ആ സാഹചര്യത്തിൽ എന്താണ് നടന്നത് അതാണ് സംഭവം. അല്ല അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ആലോചിച്ചെടുക്കുന്നതിന് എങ്ങനെയാണ് ഇവർക്ക് ആ വേദന ഉണ്ടായെന്നുള്ളത് പിന്നീട് മനസ്സിലാവത്തില്ല നമുക്ക്. പിടികിട്ടിയോ? ഇപ്പോൾ ഒരു കൺസെൻഷ്യൽ സെക്സ് വിവാഹ വാഗ്ദാനം ആയിക്കോട്ടെ, വിവാഹം കഴിക്കാന്ന് പറഞ്ഞ് സെക്സ് ചെയ്യുന്നു. ആ സമയത്ത് ഇവർക്കുണ്ടാകുന്ന ഒരു വേദന ഇല്ല. അവർക്ക് പിന്നീട് കല്യാണം നടക്കാതെ നടന്നു എന്ന് പറയുന്നത് ഒരു ചീറ്റിംഗ് ഉണ്ട്, ശരിയാ. അല്ലാതെ അതിനകത്ത് പീഡനം വരത്തില്ല. അത് പീഡനമായ ഒരു അനുഭവം ഇല്ലാത്തടത്ത് ആ സെക്ഷൽ ആക്ടിനെ പക്ക കൺസെൻഷ്വൽ പ്ലഷറുള്ള ഒരു സെക്ഷൽ ആക്ട് തന്നെയായിരുന്നു. പിന്നെ അവർ തമ്മിൽ പറഞ്ഞ മറ്റേ വാക്കുകൾ തെറ്റിപ്പോ അല്ലെ അവർ പറഞ്ഞ പ്രോമിസ് തെറ്റിച്ചെന്ന് പറയുന്നത് ചീറ്റിംഗ് ആണ്. അല്ലാതെ അവിടെ പീഡനത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഇവിടെ പീഡനമാണ്, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാ പറയുന്നത്. അവിടെ പീഡനത്തിന്റെ അർത്ഥം എന്ത്, വാക്കിന്റെ അർത്ഥം എന്തോ, അല്ലെ ആ അവസ്ഥ എന്താ, എങ്ങനെയാ മനസ്സിലാകുന്നത്? എനിക്കത് മനസ്സിലായില്ല ഇപ്പോഴും. അപ്പൊ ഈ പീഡിപ്പിക്കപ്പെടുന്നവർ എന്താ പിന്നെ പറയുന്നത്? ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ്. ബലമായി അവരെ പീഡിപ്പിക്കുന്നതിന് ബലാത്സംഗം. അതെങ്ങനെ ഇപ്പൊ ശരിയാണ്? ഇപ്പൊ നമ്മളിപ്പോ ഡിവോഴ്സ് ചെയ്യുന്ന സമയത്തൊക്കെ ചിലർ ഗാർഹിക പീഡനം നടന്നു, ലൈംഗിക പീഡനം നടന്നു, ഇയാൾ പലപ്പോഴും കൺസെന്റ് ഇല്ലാതെ സെക്സ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ ഇത് തെളിയിക്കുന്നേ?
അങ്ങനെ അവർ എല്ലാം ഇങ്ങനെ വിശ്വസിച്ച് ഒരു കണ്ണടച്ച് കൂട്ടി വിശ്വസിക്കുക എന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല ഒരിടത്തും. അങ്ങനെയല്ല ഇത് വേണ്ടത്. ഒരു ഒരു വളരെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെ പറ്റും, പക്ഷെ അങ്ങനെ ഒരു പ്രാക്ടീസ് ഇല്ല, അല്ലെ അങ്ങനത്തെ ഒരു നിലവാരത്തിലേക്ക് ഇവിടെയുള്ള മനുഷ്യൻ എത്തിയിട്ടില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ളവർ പീഡിപ്പിച്ചതാണോ പീഡിപ്പിക്കാതാണോ നമുക്കറിയത്തില്ല. ഒരു മാസം 2 മാസം ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ട് ഓരോരുത്തർ പറയുന്നത് എന്നെ അന്ന് പീഡിപ്പിച്ചെന്ന്. അതെങ്ങനെ കണ്ടെത്തും? അന്ന് തന്നെ റിപ്പോർട്ട് ഉണ്ടാക്കുവാണെങ്കിൽ മെഡിക്കൽ എടുക്കാൻ പറ്റും, പല സാഹചര്യ തെളിവുകൾ, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ഇത് 1 വർഷം കഴിഞ്ഞിട്ട് പോലീസുകാർ എവിടെ പോയി അന്വേഷിക്കുന്നത്? പൊടി പോലും ഇല്ല കണ്ടുപിടിക്കുക. ഇങ്ങനത്തെ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, ഇതിനൊക്കെ കുറച്ച് മാറ്റങ്ങൾ ഇവിടെ വരുത്തണം. ആൾക്കാരുടെ ബോധതലത്തിൽ കുറച്ച് മാറ്റം വരുത്തണം. ഇങ്ങനെയുള്ള കേസുകൾ കൊടുക്കരുത് എന്ന് പഠിപ്പിക്കണം. ഒരാളെ ഉപദ്രവിക്കാൻ അങ്ങനെ ചെയ്യരുത് എന്നുള്ളൊരു ബോധം മനുഷ്യൻ്റെ തലയിൽ ഇപ്പോൾ മനസ്സിലായി. അതുകൊണ്ടാണ് ഈ കള്ളത്തരം കാണിക്കുന്നതിനകത്ത് ഭയങ്കര എന്തോ ത്രില്ലുള്ളത്. ശരിക്കും പറഞ്ഞാൽ കള്ളത്തരം കാണിക്കാതിരിക്കുന്നതിനകത്താണ് ഏറ്റവും ത്രില്ലുള്ളത്. ആ ത്രില്ലും അതിൻ്റെ ആ ഒരു ഹാപ്പിനെസ്സും മനസ്സിലാവാതെ പോയൊരു സൊസൈറ്റിയാണ് നമ്മുടെയൊക്കെ ഈ കേരള സൊസൈറ്റി എന്നൊക്കെ. ഇന്ത്യൻസ് പൊതുവെ അതിനുള്ളൊരു അങ്ങനെ സന്തോഷിക്കാൻ അറിയത്തില്ല അവർക്ക്. നേരെ തിരിച്ച് പഠിക്കണം, മനസ്സിലായില്ല? അങ്ങനത്തെ ഒരു ബോധം ഉണ്ടായിരിക്കണം ആളുകൾക്ക്. അവിടെയാണ് സന്തോഷമുള്ളത്. അല്ലാതെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇതൊരു ആ തലയ്ക്കകത്തൊരു പ്രശ്നമായിട്ട് തന്നെയല്ലേ ഇത് എപ്പോഴും കിടക്കുന്നത്. ഇവർക്ക് എങ്ങനെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും? പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ തന്നെ വീണ്ടും ഇവർ റിപ്പീറ്റ് ചെയ്യും. ഇതൊരു മാനസിക പ്രശ്നമായിരിക്കാം ചിലപ്പോൾ. ഈ കള്ളം പറയുന്നത്, കള്ളത്തരത്തിൽ കൂടെ തന്നെ ജീവിക്കണം എന്നുള്ള തീരുമാനം എടുക്കുന്നത്, എല്ലാത്തിനും ഷോർട്ട് കട്ട്, കൈക്കൂലി, മറ്റേ പിൻവാതില്, സ്വാധീനം, ചൂഷണം, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുതലെടുക്കുന്നു, കള്ളം പറയുന്നു, കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു, കുശുമ്പും കുന്നായ്മയും, പിന്നിൽ നിന്ന് കുത്ത്, കുതികാൽ വെട്ട്. ഇതല്ലേ ഈ നാടിൻ്റെ സംസ്കാരം? ഇതല്ലേ ശരിക്കും കേരള സംസ്കാരം? ഞാൻ ഈ പറഞ്ഞ പോലെ ഇരുട്ടടി, കുത്തിത്തിരിപ്പ്, കുതികാൽ വെട്ട്, പിന്നിൽ നിന്നും കൊത്ത്, ചതി, വഞ്ചന, ഇതല്ലേ മലയാളി? അതിൻ്റെയാണ് ഈ കാണുന്നത്. ഇത് ചതിക്കുക എന്നുള്ളിടത്താണ് ഹരവിരിക്കുന്നത്, അല്ലാതെ വേറൊരിടത്തും അല്ല. നേരെ തിരിച്ചത് നല്ല രീതിയിലാക്കാൻ പറ്റും, പക്ഷെ അത് നമുക്കിവിടെ പ്രാക്ടീസ് ഇല്ലടേ.